സാധാരണ വെറും കീഴ്വഴങ്ങലല്ല, നേരെ സാഷ്ടാംഗ പ്രണാമം. അങ്ങനെ വിനീത പാദസേവകരായി മാറുന്നു. RSSന്റെയും സംഘപരിവാറിന്റെയും പാദസേവകരായി മാറുന്ന ചിത്രം. വഖഫ് ബോർഡ് മുസ്ലിം വിഭാഗത്തിൻ്റെതായ ഒരു സ്ഥാപനമാണ്. നമ്മുടെ രാജ്യത്ത് മുസ്ലിം മാത്രമല്ലല്ലോ, മറ്റു മതക്കാരുണ്ടല്ലോ, വ്യത്യസ്ത മതക്കാരില്ലേ? ആ മതങ്ങൾക്കെല്ലാം സ്ഥാപനങ്ങളില്ലേ? ആ സ്ഥാപനങ്ങൾക്കെല്ലാം അതിൻ്റെതായ ഭരണ സംവിധാനമില്ലേ? ഏതെങ്കിലും ഒന്നിൽ ആ മതത്തിൻ്റെതല്ലാത്ത ആളുകൾ ഉൾപ്പെടുന്ന ഭരണ നേതൃത്വം ഉണ്ടായിട്ടുണ്ടോ? എവിടെയുമില്ലാലോ. അങ്ങനൊരു കാര്യം ആരും മനസ്സാ ഉദ്ദേശിച്ചിട്ടില്ലാലോ. തീർത്തും വർഗീയ വീക്ഷണം. മുസ്ലിമിന്റെ സ്ഥാപനമാകുമ്പോൾ അത് മുസ്ലിം മാത്രമായി നടത്തിയാൽ പോരാ, അമുസ്ലിങ്ങൾ കൂടി അതിലുണ്ടാകണം എന്നൊരു തോന്നൽ ആർക്ക്? RSSന്, സംഘപരിവാറിന് അവരുടെ വർഗീയ നിലപാടിന്റെ ഭാഗമായി ഉണ്ടാകുന്നു. അതിന്റെ ഭാഗമായി ഒരു നിയമം വരുന്നു, ഒരു ബിൽ പാർലമെന്റിൽ വരുന്നു. അതിനെ ശക്തമായി എതിർക്കുന്നു മതനിരപേക്ഷ ചിന്താഗതിക്കാർ. രാജ്യത്താകെ എതിരഭിപ്രായം ഉയരുന്നു. പക്ഷേ ഭൂരിപക്ഷത്തിൽ പാസ്സാകുന്നു. അപ്പോഴും നാം കാണേണ്ടത് രാജ്യത്ത് മറ്റൊരു മതത്തിനും ഇത്തരത്തിലൊന്നും ഉണ്ടായിട്ടില്ല. കാണേണ്ട ആപത്ത് ഇന്ന് മുസ്ലിം ആണെങ്കിൽ നാളെ ഇന്ത്യയിലുള്ള മറ്റു മതങ്ങളില്ലേ, ആ മതങ്ങളുടെ കാര്യത്തിലും ഇതേ നിലപാട് വരില്ലേ? ഓരോ മതത്തിൻ്റെയും അവകാശത്തിൽ എന്തിന് കൈകടത്തുന്നു? ആ മതത്തിന്റെ സ്ഥാപനം മതത്തിൽപ്പെട്ടവരല്ലേ നടത്തേണ്ടത്. ഇവിടെ ഒരു പ്രത്യേകത, ഗവൺമെന്റ് നോമിനേറ്റ് ചെയ്യേണ്ടവരുണ്ട്. 2 അമുസ്ലിങ്ങളും ഗവൺമെന്റ് നോമിനേറ്റ് ചെയ്യപ്പെടുന്നവര് അമുസ്ലിങ്ങളാണെങ്കിൽ അവരും കൂടി ചേർന്നാൽ ഈ പറയുന്ന വഖഫ് ബോർഡിന്റെ ഘടന അമുസ്ലിങ്ങൾക്ക് ഭൂരിപക്ഷമുള്ള ഒന്നായി മാറും. എന്തൊരു വിചിത്രമായ അവസ്ഥയാണ് നോക്കണം. എത്ര പച്ചയായാണ് വർഗീയ നിലപാട് സ്വീകരിക്കുന്നത് നോക്കണം. ഇതിനെ ശക്തമായി കേരളം എതിർത്തു. കേരള നിയമസഭ ഏകകണ്ഠമായി പ്രമേയം അംഗീകരിച്ചു. മാത്രമല്ല, സുപ്രീം കോടതിയിൽ കേരള ഗവൺമെന്റ് കക്ഷി ചേർന്നു. ഈ നിയമം ശരിയല്ല എന്ന് പറഞ്ഞുകൊണ്ട്. ഇതെല്ലാം ഇവിടെ സംഭവിച്ചു. അപ്പോഴേക്ക് മറ്റൊരു കാര്യം വന്നു. ഈ പറയുന്ന വഖഫ് ബോർഡ് പുനഃസംഘടിപ്പിക്കേണ്ട സമയമായി, കാലാവധിയായി. കാലാവധി ആയാൽ പുനഃസംഘടിപ്പിക്കണം നിയമത്തിൽ തന്നെയുണ്ട്. കാലാവധി കഴിയുന്നു. LDF സർക്കാർ പുനഃസംഘടിപ്പിച്ചു. എന്താ പ്രത്യേകത? രാജ്യത്തൊരു നിയമം വന്നിരിക്കുന്നു. ആ നിയമത്തിൽ അമുസ്ലിങ്ങൾ 2 പേർ വേണമെന്ന് കൃത്യമായി രേഖപ്പെടുത്തിയിരിക്കുന്നു. അപ്പോ അമുസ്ലിങ്ങളെ കൂടി ഉൾപ്പെടുത്തിയുള്ള ബോർഡല്ലേ വേണ്ടത് എന്നത് സ്വാഭാവികമായിട്ടൊരു പ്രശ്നമായി തീരും. പക്ഷെ എങ്ങനെയാണ് LDF ഗവൺമെന്റ് അതിനെ കണ്ടത്? ആ ഭാഗം സുപ്രീം കോടതിയിൽ ചോദ്യം ചെയ്തിരിക്കുകയാണ്. സുപ്രീം കോടതിയുടെ പരിഗണനയിലിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ LDF സർക്കാർ ആ ഭാഗം ഒഴിവാക്കി വെച്ചു. ആ 2 പേരെ ഉൾപ്പെടുത്താതെ ബോർഡ് പുനഃസംഘടിപ്പിച്ചു. ഒരു കുഴപ്പമില്ല. ബോർഡിന് കോറമുണ്ട്, ആവശ്യമായ തീരുമാനങ്ങൾ എടുക്കാം. ബോർഡ് നടപടികൾ ആരംഭിച്ചു. അതിന്റെ പ്രവർത്തനങ്ങൾ നടക്കുന്നു.
അതിനിടയിലാണ് തെരഞ്ഞെടുപ്പ് വരുന്നത്. തെരഞ്ഞെടുപ്പ് വന്നു, LDF പരാജയപ്പെട്ടു, പുതിയ സർക്കാർ വന്നു. അപ്പോ ഹൈക്കോടതിയിൽ ഇതിനെ ചോദ്യം ചെയ്തുകൊണ്ട് ഒരു സംഘപരിവാറിന്റെ ഭാരവാഹി, സംഘപരിവാർ ഭാരവാഹി കോടതിയിൽ പോയിരുന്നു, ഹൈക്കോടതിയിൽ പോയിരുന്നു. നേരെ പുതിയ ഗവൺമെന്റ്, LDF പരാജയപ്പെട്ടതിന് ശേഷമുള്ള പുതിയ ഗവൺമെന്റ് ആ കേസിൽ പോയി കോടതിയോട് അങ്ങോട്ട് പറയാണ്. എന്താ പറഞ്ഞ കാര്യങ്ങൾ? വളരെ വിചിത്രമായ കാര്യങ്ങൾ. ഒന്നാമത് പറഞ്ഞു, ഈ ബോർഡ് നിയമാനുസൃതമല്ല. 2 അമുസ്ലിങ്ങൾ കൂടി ഉൾപ്പെട്ടതാകണം ബോർഡ്. ഇപ്പോൾ 2 അമുസ്ലിങ്ങൾ കൂടി ഉൾപ്പെടാത്ത ഈ ബോർഡ് നിയമാനുസൃതമല്ല. ഈ ബോർഡ് പിരിച്ചുവിടണം. ഞങ്ങൾ, അതായത് ഗവൺമെന്റ്, പുതിയ ബോർഡ് പുനഃസംഘടിപ്പിക്കാം. 2 അമുസ്ലിങ്ങളെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് പുതിയ ബോർഡ് പുനഃസംഘടിപ്പിക്കാം. എങ്ങനെയുണ്ട്? ആരുടെ ന്യായാണത്? ആർക്ക് വേണ്ടിയാണ് ആ വർത്തമാനം? ഈ രാജ്യത്ത് ആ വാദം ഉന്നയിക്കുന്നത് RSSും സംഘപരിവാറും മാത്രമാണ്. RSSന്റെയും സംഘപരിവാറിന്റെയും ന്യായം അതേ രീതിയിൽ എങ്ങനെ കേരളം പോലൊരു സംസ്ഥാനത്തിലെ ഗവൺമെന്റിനെ പരസ്യമായി ഉന്നയിക്കാൻ കഴിഞ്ഞു? ഇതൊന്നും ആലോചിക്കാത്ത വിഷയമല്ലല്ലോ, ആലോചിച്ച് ചെയ്യുന്ന കാര്യങ്ങളാണല്ലോ. നോക്കണം, ആ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രി ആര് എന്ന്. ആ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രി ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ പ്രതിനിധിയാണ്. സാധാരണ കാര്യങ്ങളെക്കുറിച്ച് വിവരമില്ലാത്ത ഒരാളല്ല അദ്ദേഹം. നല്ല നിലയ്ക്ക് കാര്യങ്ങൾ മനസ്സിലാക്കുന്നയാളാണ്. ഈ വിഷയത്തിൽ നിയമസഭ അന്ന് പ്രമേയം അംഗീകരിക്കുമ്പോൾ ഒരുപാട് നിർദ്ദേശങ്ങൾ നിയമസഭയിൽ അവതരിപ്പിച്ചയാളാണ്. എവിടെ പോയി അതല്ല? ആരുടെ മുന്നിലാണ് കീഴ്പ്പെട്ടത്? ആർക്ക് വേണ്ടിയാണ് നിലപാട് ഉപേക്ഷിച്ചത്? ഞങ്ങൾ പുനഃസംഘടിപ്പിക്കുന്നതിൽ 2 അമുസ്ലിങ്ങളെ കൂടി ഉൾപ്പെടുത്താമെന്ന നിലപാട് എങ്ങനെ വന്നു? ആ നിലപാട് സുപ്രീം കോടതിയിലെ കേസിനെ എങ്ങനെ ബാധിക്കും? LDF സർക്കാരാണ് അന്ന് കേസ് പോയത്. ആ കേസിന്റെ തുടർ നടത്തിപ്പ് ഉറപ്പുവരുത്തേണ്ടത് ഇപ്പോഴത്തെ സർക്കാരല്ലേ? ഈ നിലപാടാകുമ്പോ അത് നടക്കുമോ? വളരെ വിചിത്രം. സാധാരണ വെറും കീഴ്വഴങ്ങലല്ല, നേരെ സാഷ്ടാംഗ പ്രണാമം. അങ്ങനെ വിനീത പാദസേവകരായി മാറുന്നു. RSSന്റെയും സംഘപരിവാറിന്റെയും പാദസേവകരായി മാറുന്ന ചിത്രം. ഒരു പ്രത്യേകതയുണ്ടായത്, കേരളത്തിൽ എല്ലാവരും അതിനെ എതിർക്കാൻ തയ്യാറായി. പ്രത്യേകിച്ച് മുസ്ലിം വിഭാഗത്തിലെ വ്യത്യസ്ത സംഘടനകൾ, എല്ലാ സംഘടനാ നേതൃത്വങ്ങളും മറ്റെല്ലാം മറന്നുകൊണ്ട് ഈ നിലപാടിനെ എതിർക്കുകയും തള്ളിപ്പറയുകയും ചെയ്തു. നല്ലത്. അപ്പോഴും ചിലർ വേണ്ടത്ര പറയാതിരുന്നിട്ടുണ്ട് എന്നുള്ളത് ഞാൻ കാണാതിരിക്കുന്നില്ല. എങ്കിലും പൊതുവെ എതിരായ വികാരം വന്നു. അതിൻ്റെ ഭാഗമായി ഇപ്പോൾ ചെറിയൊരു മാറ്റം. സുപ്രീം കോടതിയിലെ വിധിക്ക് ശേഷം ഞങ്ങൾ നിലപാടെടുക്കാം എന്ന നിലയിലേക്ക് മാറി. ഇതിൽ ദുരുദ്ദേശമുണ്ടോ? ഏതെങ്കിലും തരത്തിലുള്ള കുറുക്കു വഴി തേടാൻ ഉദ്ദേശിക്കുന്നുണ്ടോ? സുപ്രീം കോടതിയിൽ നടത്തുന്ന
കേസ് ദുർബലപ്പെടുത്തി കേസ് നടത്തേണ്ടത് ഇവരാണ്. ഇവർക്ക് നേരത്തെ ഉപദേശം കൊടുത്ത ആളുകളാണ് അവിടെ പോയി വാദിക്കേണ്ടത്. അങ്ങനെയുള്ള വാദത്തിൽ സുപ്രീം കോടതിയിൽ യഥാർത്ഥത്തിൽ ഈ രണ്ട് അമുസ്ലിങ്ങളെ ഉൾപ്പെടുത്തുന്നതിൻ്റെ ആപത്ത് ചൂണ്ടിക്കാണിക്കുന്നതിന് പകരം അത് പരോക്ഷമായി അംഗീകരിക്കുന്ന ഒരു വാദം നടത്തിക്കളിയോ? അങ്ങനെ അയ്യോ സുപ്രീം കോടതി പറഞ്ഞു ഇനി എന്ത് ചെയ്യാനാണ് എന്ന് പറഞ്ഞ് തങ്ങൾ ഉദ്ദേശിക്കുന്ന തരത്തിൽ രണ്ട് അമുസ്ലിങ്ങളെ കൂടി ഉൾപ്പെടുത്തലാണോ? ഇതും സമൂഹത്തിന് മുന്നിലുള്ള സംശയമാണ്. ഇവരെ കുറിച്ചാകുമ്പോൾ അത്തരം സംശയങ്ങൾ പലതും വരികയാണ്. കുറച്ച് നാളുകളെ ആയുള്ളൂ, 3 മാസേ ആകുന്നുള്ളൂ. പക്ഷേ ഒന്നിനു പുറകെ ഒന്നായി ഇത്തരത്തിലുള്ള RSS അജണ്ടയ്ക്ക് കീഴ്പ്പെടുന്ന നിലപാട് നമ്മുടെ കേരളത്തിൽ നിർഭാഗ്യവശാൽ ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് വരുന്നു. ഇത് ശക്തമായി തുറന്നു കാണിക്കാനാവണം. മറ്റു കാര്യങ്ങളിലെല്ലാം അഭിപ്രായ വ്യത്യാസങ്ങളാകാം. പക്ഷേ മതനിരപേക്ഷത സംരക്ഷിക്കുന്ന കാര്യത്തിൽ നമുക്കെല്ലാം ഒന്നിച്ചു നിൽക്കാനാകണം. ഇത് മതനിരപേക്ഷതയുടെ പ്രശ്നമാണ്. ഇന്ത്യയിലെ മറ്റെല്ലാ മതസ്ഥർക്കുമുള്ള അതേ അവകാശം, ആനുകൂല്യം അത് ഇവിടുത്തെ മുസ്ലിമിനും ലഭിക്കേണ്ടതായിട്ടുണ്ട്. ഇസ്ലാം മതത്തിനും അത് ലഭിക്കേണ്ടതായിട്ടുണ്ട്.